ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അവസാന എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് സ്ട്രക്ചർ ഓഫ് ബിസിനസ് ആണ്. അതിൽ തന്നെ നമ്മളതിനെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചറിനെ 3 ആയിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ. 2, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ നമ്മൾ അതിനെ തരംതിരിച്ചു. പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ജോയിൻറ്റ് സെക്ടർ. സ്മോൾ സ്കെയിൽ പറഞ്ഞു, ലാർജ് സ്കെയിൽ പറഞ്ഞു, പബ്ലിക് സെക്ടർ പറഞ്ഞു, പ്രൈവറ്റ് സെക്ടർ പറഞ്ഞു, ജോയിൻറ്റ് സെക്ടർ പറഞ്ഞു. പബ്ലിക് സെക്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനീസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൽ അടുത്ത 3-ാമതായിട്ട് നമ്മൾ പറയുന്ന കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പരീക്ഷയ്ക്ക് വളരെ ഭംഗിയായി പഠിച്ചു വെച്ചിരിക്കണം കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി. ഇതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ, അത് അതിൻ്റെ ധർമ്മം അനുസരിച്ച് അല്ലെങ്കിൽ അത് നിർവഹിക്കുന്ന കർത്തവ്യം അനുസരിച്ച്. അപ്പം ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ, ബിസിനസ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഇൻഡസ്ട്രി. ദ സെക്കൻഡ് വൺ കൊമേഴ്സ്. ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വ്യവസായം, കൊമേഴ്സ് എന്ന് വെച്ചാൽ വാണിജ്യം. വ്യവസായമെന്നും വാണിജ്യമെന്നും 2ആയി തരംതിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ പഠിക്കാൻ പോകുന്നു ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി മീൻസ് വ്യവസായം. എന്താണ് ഇൻഡസ്ട്രി നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ്, ഇൻഡസ്ട്രി എന്നത് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ ഓർ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് യൂസ്ഡ് ഫോർ കൺസംഷൻ ഓർ ഫോർ ഫർദർ പ്രൊഡക്ഷൻ. പഠിച്ചു വെക്കുക, നോട്ട് ചെയ്യുക. പ്രൊഡക്ഷൻ, ഉൽപാദനം, ഓർ പ്രോസസ്സിംഗ്, വേർതിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ വേർതിരിക്കൽ. പ്രൊഡക്ഷൻ ഓർ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ ഉൽപാദനം അല്ലെങ്കിൽ അതിനെ പ്രോസസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാമോ? യൂസ്ഡ് ഫോർ കൺസംഷൻ മീൻസ് ഉപഭോഗത്തിനായിട്ടോ, ഓർ ഫോർ ഫർദർ പ്രൊഡക്ഷൻ അസംസ്കൃത വസ്തുവായിട്ടോ, അല്ലെങ്കിൽ മറ്റൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുവായി മാറ്റുക. ദാറ്റ് ഈസ് പ്രോസസ്സിംഗ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ്ട്രി, വ്യവസായം. വാട്ട് യു മീൻ ബൈ ഇൻഡസ്ട്രി? ഇൻഡസ്ട്രി ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ or processing of goods used for consumption or for further production. Production or processing of goods used for consumption or for further production called as industry. Called as industry. Commerce അവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ടൈപ്സ് ആണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുന്നത്. അതും 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇൻഡസ്ട്രി? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി? വാട്ട് ഈസ് ഇൻഡസ്ട്രി? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി? നോക്കുക, ഇൻഡസ്ട്രി നമുക്കറിയാം. ഇൻഡസ്ട്രിയുടെ ടൈപ്സ് പറയുന്നു. പ്രൈമറി ഇൻഡസ്ട്രീസ്, പ്രാഥമിക വ്യവസായങ്ങൾ. സെക്കൻഡറി ഇൻഡസ്ട്രീസ്, ദ്വിതീയ വ്യവസായങ്ങൾ. ദെൻ ടെറിഷറി ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ പ്രൈമറി ഇൻഡസ്ട്രിയെയും സെക്കൻഡറി ഇൻഡസ്ട്രിയെയും സഹായിക്കുന്ന വ്യവസായങ്ങൾ. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസ്, സെക്കൻഡറി ഇൻഡസ്ട്രീസ്, ടെറിഷറി ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രി എന്തെന്നറിയാം, ഇൻഡസ്ട്രീസിന്റെ ടൈപ്സ്. അതിൽ ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. പ്രൈമറി ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രീസ് again classified into 2 categories. പ്രൈമറി ഇൻഡസ്ട്രീസിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് തരംതിരിക്കും. ഒന്ന് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്, 2 ജനറ്റിക് ഇൻഡസ്ട്രീസ്. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്നും ജനറ്റിക് ഇൻഡസ്ട്രി എന്നും പ്രൈമറി ഇൻഡസ്ട്രീസിനെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കും. അതേപോലെ സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എന്നും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നും 2ആയി തരംതിരിക്കും. അപ്പോൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് മനസ്സിലാക്കുക. ഇൻഡസ്ട്രി, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി. ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി വരുന്നു പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി ഇൻഡസ്ട്രി. പ്രൈമറി ഇൻഡസ്ട്രി is again classified into extractive industry and genetic industry. Secondary industry is classified into manufacturing industry and construction industries. Manufacturing industry is classified into 5 categories. Analytical industry, synthetic industry, processing, assembling,
ഇന്റഗ്രേറ്റഡ്. അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എല്ലാത്തിനും നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നോക്കാം. പ്രൈമറി ഇൻഡസ്ട്രീസ് ക്ലാസിഫൈഡ് ഇൻടു ടു: എക്സ്ട്രാക്റ്റീവ്, ജനറ്റിക്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് ക്ലാസിഫൈഡ് ഇൻടു മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ. മാനുഫാക്ചറിംഗിൽ വന്നിട്ട് അനലിറ്റിക്, സിന്തറ്റിക്, പ്രോസസിംഗ്, അസംബ്ലിംഗ്, ഇന്റഗ്രേറ്റഡ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ കേസ് എടുക്കുക. പ്രൈമറി ഇൻഡസ്ട്രീസ്. എന്താണ് പ്രാഥമിക വ്യവസായങ്ങൾ? പഠിച്ചു വെക്കുക. പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ അസോസിയേറ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. എക്സ്ട്രാക്ട് ചെയ്യുക, ഖനനം ചെയ്തെടുക്കുക, ഉൾഖനനം ചെയ്യുക എന്നൊക്കെയാണ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങളെ ഖനനം ചെയ്യുക. പ്രകൃതിയാലുള്ള വിഭവങ്ങളെ നമ്മൾ ഖനനം ചെയ്തെടുക്കുക. അതിനെ പറയുന്ന പേരാണ് പ്രൈമറി ഇൻഡസ്ട്രി. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ അസോസിയേറ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ, പുനരുൽപാദനം ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ്, animals, birds. Extraction of natural resources and reproduction of living organisms like birds, plants, animals included in primary industries. What do you mean by primary industry? Primary industries are associated with the extraction of natural resources and reproduction of living organisms like plants, animals, birds. It is classified into extractive industry, genetic industry. അപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി എന്തെന്നറിയാലോ. അതിൽ ആദ്യത്തെ കാറ്റഗറിയിലേക്ക് പോവുക, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് വിച്ച് എൻഗേജ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് സംതിങ് ഫ്രം നാച്ചുറൽ സോഴ്സ്. Extraction of something from natural source, that is extractive industry. അപ്പോൾ extractive industry means extraction, extract ചെയ്യുക, ഖനനം ചെയ്തെടുക്കുക. Something from natural source means പ്രകൃതി ഉറവിടങ്ങളിൽ നിന്നും. Natural source is called as, or from nature is called as extractive industry. What do you mean by extractive industry? Extraction of something from natural source or from nature. Example പഠിച്ചു വെക്കുക. ഫിഷിംഗ്, മത്സ്യബന്ധനം, മൈനിങ്, ഖനനം, then oil exploration, explorations എക്സാമ്പിൾ ആണ്. അതായത് ഫിഷിംഗ്, കടല് നാച്ചുറൽ സോഴ്സ് അല്ലേ. കടലിൽ നിന്ന് നമ്മൾ മീൻ പിടിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിക്കുള്ളിൽ നിന്നും അലുമിനിയം, ബോക്സൈറ്റ്, ഇൽമനൈറ്റ്, മോണോസൈറ്റ് ഇങ്ങനെ വരുന്ന ധാതുക്കൾ ഖനനം ചെയ്തെടുക്കുന്നു. മറ്റ് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന ഇരുമ്പയിര് ഒക്കെ നമ്മൾ ഖനനം ചെയ്തെടുത്ത് ഇത് അയൺ സ്റ്റീലൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് നാച്ചുറൽ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം നേച്ചർ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത്. അത് ഖനനം ചെയ്തെടുക്കുന്ന തരത്തിലുള്ള വ്യവസായത്തെ പറഞ്ഞ പേര് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയും. അപ്പൊ എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? Which engage in extraction of something from natural sources or from nature. Example, fishing, mining. ഇനി പ്രൈമറി ഇൻഡസ്ട്രിയുടെ സെക്കൻഡ് പോർഷൻ കണ്ടോ. രണ്ടാമതായിട്ട് തന്നിരിക്കുന്നത് ജനറ്റിക് ഇൻഡസ്ട്രീസ്. എന്താ ജനറ്റിക് ഇൻഡസ്ട്രി? ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ജനറ്റിക് ഇൻഡസ്ട്രീസ് ആർ എൻഗേജ്ഡ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക്, പഠിക്കണം, റെയറിംഗ് ഓർ ബ്രീഡിംഗ്. റെയറിംഗ് ആൻഡ് ബ്രീഡിംഗ് എന്ന് വെച്ചാൽ പോറ്റി വളർത്തുക, സംരക്ഷിച്ചു വളർത്തുക എന്നാണ്. റെയറിംഗ് ആൻഡ് ബ്രീഡിംഗ് ഓഫ് animals, birds, plants. Animals, birds, plants. Rearing and breeding. പരിപാലിക്കുക, പരിപാലിച്ചു വളർത്തുക, എന്നിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയെ നമ്മൾ പറയുന്ന പേരെന്താ? ജനറ്റിക് ഇൻഡസ്ട്രി. ഇത് രണ്ടും കൂടെ ചേർത്താണല്ലോ നമ്മൾ പ്രൈമറി ഇൻഡസ്ട്രി എന്തെന്ന് ആദ്യമേ പറഞ്ഞത്. ഒന്നാണ് വായിച്ചു നോക്കിയാട്ടെ, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയാട്ടെ. പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ അസോസിയേറ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് and to reproduction of living organisms like birds, plants and animals. അതിനാണ് മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ജനറ്റിക് ഇൻഡസ്ട്രി. എക്സ്ട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് സംതിങ് ഫ്രം നേച്ചർ ഓർ നേച്ചർ. ജനറ്റിക് വരുമ്പോൾ എന്താ? എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് റെയറിംഗ് ഓർ ബ്രീഡിംഗ് ഓഫ് ആനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. ജനറ്റിക് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ അഗ്രികൾച്ചർ, കാർഷിക വിളവ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ ഡയറി ഫാമിംഗ് ഫോർ മിൽക്ക്, ഡയറി ഫാമിംഗ് ഫോർ മിൽക്ക്, പൗൾട്രി ഫാമിംഗ് ഫോർ എഗ് ആൻഡ് മീറ്റ്, എഗ് ആൻഡ് മീറ്റ്, പൗൾട്രി ഫാമിംഗ്. അതുപോലെ തന്നെ പഠിക്കണം ഫ്ലോറികൾച്ചർ, ഫ്ലവേഴ്സ്, നമ്മൾ ഈ
ഗാർലൻസ് ഉണ്ടാക്കുക, അതിലെ ബൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലോറിക്കൾച്ചർ, ഫ്ലവേഴ്സ്. പിസി കൾച്ചർ പഠിക്കണം, ഫോർ ഫിഷ്. പിസി കൾച്ചർ, ഫിഷ്, മത്സ്യ വളർത്തൽ, പൂക്കൾ വളർത്തൽ അല്ലെങ്കിൽ പൂച്ചെടികൾ അല്ലെങ്കിൽ ചെടികൾ വളർത്തൽ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ജനറ്റിക് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. അത് പ്രൈമറി ഇൻഡസ്ട്രീസിന്റെ കാറ്റഗറിയിലാണ് വരിക. ഒന്ന് ഞാൻ പറയാണ്, പ്രൈമറി ഇൻഡസ്ട്രീസ് രണ്ടായി തരംതിരിക്കും, എക്സ്ട്രാക്റ്റീവ് എന്നും ജനറ്റിക് എന്നും. പ്രൈമറി ഇൻഡസ്ട്രീസ് അറിയാം. പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ അസോസിയേറ്റഡ് വിത്ത് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് and reproduction of living organisms like plants, animals, birds. It's associated with extractive. It is classified into extractive, genetic. Extraction അറിയാം, genetic അറിയാം, example അറിയാം. ശരിയല്ലേ? നമുക്ക് അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം. സെക്കൻഡറി ഇൻഡസ്ട്രീസ്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്നുവെച്ചാൽ ദ്വിതീയ വ്യവസായങ്ങൾ എന്നാണ്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്താണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോളുക. It deals with materials extracted at the primary stage. പ്രൈമറി സ്റ്റേജിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മെറ്റീരിയൽസിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡീൽസ് വിത്ത് മെറ്റീരിയൽസ് എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്. ദീസ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എയ്തർ പ്രോസസ് ദ മെറ്റീരിയൽസ് ഓർ പ്രൊഡ്യൂസ് ഗുഡ്സ്. സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആണ് പ്രൈമറി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന മെറ്റീരിയൽസിനെ പ്രോസസ് ചെയ്യുകയോ ആ പ്രോസസ് ചെയ്ത അസംസ്കൃത വസ്തുവിൽ നിന്നും പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. അപ്പൊ എന്താണ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ? സെക്കൻഡറി ഇൻഡസ്ട്രീസ് ഡീൽസ് വിത്ത് മെറ്റീരിയൽസ് എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്. ദീസ് ഇൻഡസ്ട്രീസ് എയ്തർ പ്രോസസ് ദ മെറ്റീരിയൽസ് ഓർ പ്രൊഡ്യൂസ് ഗുഡ്സ്. ദീസ് ഇൻഡസ്ട്രീസ് എയ്തർ പ്രോസസ് ദ മെറ്റീരിയൽസ് ഓർ പ്രൊഡ്യൂസ് ദ ഗുഡ്സ്. See, secondary industries again classified into two: manufacturing industries, construction industries. എന്താണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്? മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ engage in the manufacturing industries are industries engaged in ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. എങ്ങനെ? കൺവെർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. കൺവെർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. കൺവെർട്ട് ചെയ്യുക, രൂപമാറ്റം വരുത്തുക. റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തു, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഉൽപ്പന്നമാക്കി മാറ്റുക. അസംസ്കൃത വസ്തുവിനെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഉൽപ്പന്നമാക്കി മാറ്റുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അലുമിനിയം, അതിന്റെ അയിരെന്താ? ബോക്സൈറ്റ്. ഭൂമിക്കുള്ളിൽ നമുക്ക് കിട്ടുന്ന എന്താ? ബോക്സൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതിനെയാണ് അലുമിനിയം ആക്കി മാറ്റുന്നത്. നമ്മൾ കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി അല്ലെങ്കിൽ അയൺ, ഇത് വന്നിട്ട് ഇരുമ്പ് അയിരായിട്ട് കിട്ടുന്നതിന് നമുക്ക് എന്താക്കി മാറ്റുകയാണ്? ഇരുമ്പാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ ഇൽമനൈറ്റ്, ബോണസൈറ്റ്, ബോക്സൈറ്റ്, ഇങ്ങനെ പല ഫ്രം, അതുപോലെ പല 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 എന്താണ് സ്വർണം, പിന്നെ കൽക്കരി, അതുപോലെ തന്നെ പെട്രോളിയം. നമുക്ക് ആദ്യം കിട്ടുന്ന എന്തായിട്ടാണ്? ക്രൂഡ് ഓയിൽ. അതിനകത്ത് പിന്നെ പെട്രോളിയം ആയിട്ടല്ല, അത് ഒരു കുഴമ്പ് രൂപത്തിലുള്ള സംഭവമാണ്. അതിനെ നമ്മൾ പല പല വകഭേദങ്ങളാക്കി മാറ്റുകയാണ്. അതൊക്കെ പറയാം, അവിടെ നിൽക്കട്ടെ. അപ്പൊ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് എൻഗേജ് ഇൻ converting raw materials into finished goods. Example, producing steel or making furniture. അതിനകത്ത് കൺഫ്യൂഷൻ വരണ്ട. സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുക, സ്റ്റീൽ ഉൽപ്പന്നം, നമുക്ക് ധാതുക്കൾ കിട്ടും, അതിനെ സ്റ്റീലാക്കി മാറ്റുന്നു. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ടിമ്പർ എന്ന് പറയുന്നത് തടി, അത് നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അസംസ്കൃത വസ്തു തടിയായിട്ടാണ് കിട്ടുന്നത്. അതിനെ രൂപമാറ്റം വരുത്തി പോളിഷ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഫർണിച്ചർ ആക്കി മാറ്റുമ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ആണ്. അപ്പൊ അത് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ദെൻ കണ്ടോ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്തായെന്ന് പറയുമോ? കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ബ്രിഡ്ജസ് ഓർ എയർപോർട്ട്സ്. കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, ബ്രിഡ്ജ്, എയർപോർട്ടുകൾ, ബ്രിഡ്ജുകൾ, ഡാമുകൾ, ഇതൊക്കെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മളെ ഫ്ലൈ ഓവർ ഒക്കെ നിർമ്മിക്കുന്ന കണ്ടിട്ടില്ലേ? ഇതെല്ലാം നിർമ്മിക്കുന്നത് അതിനെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്നാണ് പറയുക. അവിടെ നിൽക്കട്ടെ. നമ്മൾ രണ്ടാമത് പറഞ്ഞ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി എത്രയായി തരംതിരിക്കും? 5 ആയി തരംതിരിക്കും. മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ നമ്മൾ 5 ആയിട്ടാണ് തരംതിരിക്കുന്നത്: അനലറ്റിക്, സിന്തറ്റിക്, പ്രോസസിംഗ്, അസംബ്ലിംഗ്, ഇന്റഗ്രേറ്റഡ്. അതിൽ ഓരോന്നും നമുക്ക് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടെ നോക്കിയാട്ടെ നമുക്ക്. ഞാൻ നോക്കാം. അനലറ്റിക്കൽ ഇൻഡസ്ട്രി. അനലറ്റിക്കൽ എന്ന് വെച്ചാൽ അനലറ്റിക്കൽ ഇൻഡസ്ട്രിയിൽ ഇൻ അനലറ്റിക്കൽ ഇൻഡസ്ട്രീസ് പഠിച്ചു വയ്ക്കൊണ്ടേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു അല്ലെങ്കിൽ ഉൽപ്പന്നം ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് സബ് പ്രോഡക്ട്സ്.
റോ മെറ്റീരിയൽസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് സബ് പ്രോഡക്ട്സ്. അസംസ്കൃത വസ്തുവിൽ നിന്നും പല 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 ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. എക്സാമ്പിൾ പെട്രോളിയം ഇൻഡസ്ട്രി. നമ്മൾ പെട്രോളിയം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഭൂമിക്കുള്ളിൽ നിന്ന് കിട്ടുന്ന ഈ സംഭവം നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് എന്നറിയാമോ? ഈ ഫ്ലൈറ്റ് ഒക്കെ പറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏവിയേഷൻ ഓയിൽ, അത് കഴിഞ്ഞിട്ട് പെട്രോളിയത്തിന് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG, പിന്നെ ഡീസൽ, പിന്നെ മണ്ണെണ്ണ, പിന്നെ നമ്മൾ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീല്, ടാറ്, ഇതൊക്കെ ഉപയോഗിക്കുന്നത് പല 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 ഒരു അസംസ്കൃത വസ്തുവിൽ നിന്നാ ഇതെല്ലാം വേർതിരിച്ചെടുക്കുന്നത്. ഇത് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്നാ പറയുക. എന്നുവെച്ചാൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അസംസ്കൃത റോ മെറ്റീരിയലിൽ നിന്നും വിവിധ പ്രോഡക്ട്സുകൾ എന്ത് ചെയ്യുക, വേർതിരിച്ചെടുക്കുക. അപ്പോൾ എങ്ങനെ പറയാം അനലിറ്റിക്കൽ ഇൻഡസ്ട്രി? മെയിൻ പ്രോഡക്റ്റ് ഓർ റോ മെറ്റീരിയൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് സബ് പ്രോഡക്ട്സ്. പെട്രോളിയം ഇൻഡസ്ട്രി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. റൈറ്റ്? രണ്ടാമത്തെ നോക്കിയാട്ടെ, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയാം, സിന്തറ്റിക്. അനലിറ്റിക്കിന്റെ സിന്തറ്റിക് എന്ന് വെച്ചാൽ ഇൻ ഇറ്റ് വൺ മെയിൻ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് ഫ്രം വേരിയസ് റോ മെറ്റീരിയൽസ്. നമ്മൾ റോ മെറ്റീരിയലിൽ നിന്നും വിവിധ പ്രോഡക്റ്റുകളാക്കിയാൽ അനലിറ്റിക്. സിന്തറ്റിക് എന്ന് വെച്ചാൽ ഒരു മെയിൻ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് ഫ്രം വേരിയസ് റോ മെറ്റീരിയൽസ്. വിവിധ റോ മെറ്റീരിയലിൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അതിനെ പറയുന്ന പേര് സിന്തറ്റിക്. ഉദാഹരണത്തിന് സോപ്പ്, പെയിന്റ്. സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക്. ഗ്ലിസറിൻ ഉണ്ട്, എണ്ണയുണ്ട്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് പല പല പിന്നെ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നുണ്ട്, മൃഗക്കൊഴുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല പല കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കയറുമ്പോഴാണ് സോപ്പായി മാറുന്നത്. അപ്പോൾ പല പല അസംസ്കൃത വസ്തുവിൽ നിന്നല്ലേ ഒരു മെയിൻ പ്രോഡക്റ്റ് ആക്കിയത്. അതുപോലെ തന്നെ പെയിന്റിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഈ പെട്രോളാണ്. ഇതൊക്കെ അവരോട് ഇത് പെയിന്റ് തീ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് മറ്റു ഘടകങ്ങളിലൂടെയാണ് പെയിന്റ് എന്ന് പറയുന്ന ഒറ്റ പ്രോഡക്റ്റ് ആക്കി മാറുന്നത്. അതിനെ പറയുന്നവർ സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയും. സിന്തറ്റിക് ഇൻഡസ്ട്രീസ് എക്സാമ്പിൾ എന്താ? സോപ്പ്, പെയിന്റ്. അടുത്ത കണ്ടോ, പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. പ്രോസസ് ചെയ്യുക. പ്രോസസിംഗ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് സ്റ്റേജസ് ആർ ഇൻവോൾവ് ഇൻ ട്രാൻസ്ഫറിംഗ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിനെ പല 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 ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. വാട്ട് യു മീൻ ബൈ പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്? Processing industries means different stages are involved in transferring raw materials into the finished goods. Example, textile industry. Example ഏതാ? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. നോക്കാം, നമ്മൾ ഉപയോഗിക്കുന്ന ഈ വസ്ത്രം, അതിന്റെ നൂലിഴകൾ ആദ്യം നമ്മൾ പിന്നെ അല്ലെങ്കിൽ പരുത്തി നൂലാക്കി, പിന്നെ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് മറ്റ് കെമിക്കൽസ് ഉപയോഗിച്ച്, പിന്നെ പല 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 ഊടും പാവും കൊടുത്തു, അതിനകത്ത് പിന്നെ കളറുകൾ കൊടുത്തു. അങ്ങനെ പല 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 പ്രോസസ്സിലൂടെ കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ധരിക്കുന്ന വർണ്ണ മനോഹരമായ വസ്ത്രമായി മാറുന്നത്. അപ്പൊ പല 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 ഘട്ടങ്ങളിലൂടെയല്ലേ അതിന്റെ പ്രോസസ്സിംഗ് നടന്നത്. ആ ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. പ്രോസസിംഗ് ഇൻഡസ്ട്രി മീൻസ് വാട്ട്? ഇൻ ഇറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ഫറിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. എക്സാമ്പിൾ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായിക്കോളും. അതിന്റെ എക്സാമ്പിൾ ഉൾപ്പെടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാം, അസംബ്ലിംഗ്. അസംബിൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒത്തുചേർക്കുക എന്നാണ്. പല മാർക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ് ഓർ അസംബ്ലിംഗ്. എന്ന് വെച്ചാൽ എന്താ പറയാമോ? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്രോഡക്ട്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് അസംബ്ലിഡ് ഇൻ വൺ പ്രോഡക്റ്റ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്രോഡക്റ്റ്, ഉൽപ്പന്നത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പാർട്സ് ഓഫ് ദ പ്രോഡക്ട്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്നും ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്രോഡക്റ്റ് ആർ ടു ബി പർച്ചേസ്ഡ്, then it is to be assembled and make one product. It is called as assembling industries. Cycle industry, അതിന്റെ ടയർ അല്ലെങ്കിൽ അതിന്റെ ചേസ് ഭാഗം അല്ലെങ്കിൽ അതിന്റെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം പല പല ഭാഗത്ത് നിന്ന് വാങ്ങിയിട്ട് ഒത്തുചേർക്കുന്നതാണ്. അത് നമ്മുടെ ബസ് തന്നെ എടുത്താൽ തന്നെ അതിന്റെ റോ മെറ്റീരിയൽസ്, അതായത് ടയർ വേറെ സ്ഥലത്ത് നിന്ന്, എഞ്ചിൻ പാർട്ട് വേറെ, അങ്ങനെ പല പല ചേർത്ത് ഒന്ന് ചേർക്കുന്നതാണ്. ഇലക്ട്രോണിക്സ്, TV, കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുക, ഇങ്ങനെ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, മാർക്കറ്റ് മീൻസ് ഇത് ലഭിക്കുന്ന സ്ഥലമെന്ന് അർത്ഥമുണ്ട്, അവിടെ നമ്മൾ ഇതിന്റെ പല പല ഭാഗങ്ങൾ വാങ്ങിയിട്ട് ഒന്നാക്കി ചേർക്കുക. അതിനെ പറഞ്ഞവരാണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രീസ്. എക്സാമ്പിൾ, സൈക്കിൾ ഇൻഡസ്ട്രി. ലാസ്റ്റ് വൺ, ഇന്റഗ്രേറ്റഡ്. ഇന്റഗ്രേറ്റഡ് എന്ന് വെച്ചാൽ all activities relating to one product are done by the same unit. All activities, എല്ലാ തരം പ്രവർത്തനങ്ങൾ, all activities relating to one product, ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും are to be done by the same unit. ഒരു യൂണിറ്റിൽ തന്നെ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സെയിം യൂണിറ്റ്, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇൻഡസ്ട്രീസ് നമ്മൾ പറയുന്ന പേര് ഇന്റഗ്രേറ്റഡ്.
ഓക്കെ, ഇത് വളരെ വ്യക്തമായി പഠിച്ചു വെച്ചോളുക. ഒന്ന് ഞാൻ പറയുന്നു, സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. മാനുഫാക്ചറിംഗ് എന്ന് വെച്ചാൽ engage in converting raw materials into finished goods. Construction means construction of dams, bridges and airports. അത്തരത്തിൽ വരുന്നത്. Manufacturing industries again classified into 5 categories, that is analytical, synthetic, processing, assembling, integrated. So മൂന്നാമത്തെ കണ്ടോ, tertiary industries. Tertiary industries. Tertiary എന്ന് വെച്ചാൽ പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും സപ്പോർട്ട് നൽകുന്ന ഇൻഡസ്ട്രിയെ പറയുന്ന പേരാണ് ടെറിഷറി ഇൻഡസ്ട്രി. അപ്പോ ടെറിഷറി ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ പറയുക, പ്രൊവൈഡ് സപ്പോർട്ട് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ്. പ്രൊവൈഡ് സപ്പോർട്ട് സർവീസസ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആർ കോൾഡ് ആസ് ടെറിഷറി ഇൻഡസ്ട്രീസ്. വാട്ട് യു മീൻ ബൈ ടെറിഷറി ഇൻഡസ്ട്രീസ്? ടെറിഷറി എന്നാണ്, ടെറിട്ടറി അല്ല, അത് പ്രവിശ്യ എന്നാണ്. ടെറിഷറി. ടെറിഷറി ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് സപ്പോർട്ട് സർവീസ്. സപ്പോർട്ട് ചെയ്യുക, സഹായങ്ങൾ ചെയ്യുക. ആർക്ക്? പ്രൈമറി ഇൻഡസ്ട്രീസിനും സെക്കൻഡറി ഇൻഡസ്ട്രീസിനും സഹായം ചെയ്യുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ പറയുന്ന പേരാണ് ടെറിഷറി ഇൻഡസ്ട്രീസ്. ടെറിഷറി ഇൻഡസ്ട്രീസ് എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, വെയർഹൗസ്. എങ്ങനെയാണ് സപ്പോർട്ട് ആവുന്നത് നോക്കാം. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെങ്കിൽ ആ ബിസിനസ് പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം നമുക്ക് സമാഹരിക്കേണ്ടതായിട്ട് വരും. സാമ്പത്തികം സ്വന്തം നിലയിൽ കണ്ടെത്താൻ പറ്റാതെ വന്നെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്നോ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ലോൺ എടുക്കാം. ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ബാങ്കിങ് സർവീസ്. സോ ടെറിഷറി ഇൻഡസ്ട്രിയാണ്. അസംസ്കൃത വസ്തുക്കൾ ഒരുപക്ഷെ നമുക്ക് ഇവിടെ തന്നെ കിട്ടണമെന്നില്ല, രാജ്യത്തിന്റെ മറ്റേതെങ്കിലും കോണിൽ കൊണ്ടുവരണം. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. ഒപ്പം ഫിനിഷ്ഡ് പ്രോഡക്ട്സിന് നമുക്ക് വിൽക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി സഹായിക്കുന്നുണ്ടല്ലോ. ഇൻഷുറൻസ്, നഷ്ടസാധ്യതയെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് പോളിസീസ് എടുക്കുന്നു. ഇൻഷുറൻസ് കമ്പനീസ് നഷ്ടം സംഭവിച്ചാൽ, തീപിടുത്തം, അതുപോലെ തന്നെ മോഷണം, അങ്ങനെയൊക്കെ വരുന്ന, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ നമുക്ക് കമ്പനിക്ക് നഷ്ടം നികത്തി തരും. അപ്പോൾ ഇൻഷുറൻസ്. ദെൻ വെയർഹൗസിംഗ്. വെയർഹൗസിംഗ് സംഭരണശാലകൾ. നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അതേ മുറയ്ക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിറ്റഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിമാൻഡ് വരുന്നത് വരെ, അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ആവശ്യക്കാർ വരുന്നവരെ കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി സംഭരണശാലകൾ വേണം. ഇതെല്ലാം ടെറിഷറി ഇൻഡസ്ട്രീസിന് എക്സാമ്പിൾ ആണ്. പരീക്ഷയ്ക്ക് പലവട്ടം 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ടെറിഷറി ഇൻഡസ്ട്രീസ്? അതല്ലെങ്കിൽ പൂരിപ്പിക്കാനായിട്ട് 1 മാർക്കിന് ചോദിക്കും. ആൻസർ അങ്ങ് തന്നിരിക്കും. Provide support to primary industry and secondary industry is called what? That is tertiary industry. Example നമ്മൾ പഠിച്ചു വെച്ചോളണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തരും. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്. Transportation are an example of what? That is tertiary industries. Finish. ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഇൻഡസ്ട്രി എന്താണ്? വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറിയിൽ 2 എണ്ണം, എക്സ്ട്രാക്റ്റീവ്, ജനറ്റിക്. സെക്കൻഡറിയിൽ മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ. മാനുഫാക്ചറിങ്ങിന് 5 ആയിട്ട് അനലിറ്റിക്, സിന്തറ്റിക്, പ്രോസസിംഗ്, അസംബ്ലിംഗ്, ഇന്റഗ്രേറ്റഡ്. ടെറിഷറി സപ്പോർട്ട് ഫെസിലിറ്റി നൽകുന്നു. പ്രൈമറി, സെക്കൻഡറി. സോ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു.